കുറച്ച് എണ്ണ ഒഴിച്ചാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇതെടുക്കുന്നത്. കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് ചാലിച്ചാൽ മതി, കാരണം എണ്ണ തോനെയായിപ്പോയാൽ അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് ചാലിച്ച് സമ അളവിൽ തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, ഉഴുന്ന് പരിപ്പും കൂടെ എടുക്കുക. രണ്ട് സെപ്പറേറ്റ് നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം ആദ്യം തുവരപ്പരിപ്പ് ഇട്ട് ചെറിയൊരു കളർ മാറുമ്പം ഉഴുന്ന് പരിപ്പ് ചേർക്കുക. ഇത് രണ്ടും നല്ലതുപോലെ ഇളക്കി ഒരു ബ്രൗൺ കളറാവുന്നത്, ചെറിയ ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇടുക. ഇതൊക്കെ അവരവരെടുക്കുന്നതനുസരിച്ച് വേണം ഇടാൻ. അതേ അളവിൽ ഉലുവ ഇടുക. കുറച്ച് കറിവേപ്പില ഇടുക. നല്ലതുപോലെ ഇളക്കുക. ഇനി എരിവിനനുസരിച്ച് മുളകിടാം. ചമ്മന്തിപ്പൊടിക്ക് വലിയ എരിവ് വേണ്ട, എന്നാൽ എരിവ് കുറച്ച് വേണം താനും. ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കുക. ഇപ്പോൾ ദോശപ്പൊടിയുടെ പരുവായിട്ടുണ്ട്. എല്ലായിട്ട് അറിയുന്നത് ഇന്ന് 1 മണി എടുത്ത് നമ്മൾ വായിലോട്ടിടുമ്പം കറുമുറ ഉള്ള രീതിയാണ്. വറുത്ത് വെച്ചേക്കുന്നതിന് നമുക്ക് ചമ്മന്തി എങ്ങനെ പൊടിച്ചെടുക്കാൻ നോക്കാം. ഇത് കണക്ക് 1 സ്പൂൺ എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇടുക. 2-3 പേർക്ക് ഉള്ളതേ എടുക്കുന്നുള്ളൂ. എരിവൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു മുളക് ഇട്ടാൽ മതി, കാരണം കുരുമുളക് കാണും, ചിലപ്പം ഈ മുളകിൻ്റെ അരി കാണും. അതുകൊണ്ട് ഒരു ചെറിയ മുളകിൻ്റെ കഷ്ണം ഇട്ടാൽ മതി. കുറച്ച് കായപ്പൊടി ഇടുക, കുറച്ചിട്ടാൽ മതി. നമ്മൾ ഉപ്പിട്ടല്ലല്ലോ വറുത്ത് വെച്ചേക്കുന്നത്, ഉപ്പിട്ട് വറുക്കാറില്ല ആരും. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് അന്നേരം ചേർത്താൽ മതി. ഇത് നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കാം. ഇത് വേണ്ട പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കായപ്പൊടിയൊക്കെ നമ്മൾ അന്നേരം ചേർക്കാവൂ, കാരണം കായപ്പൊടിയൊക്കെ കുറച്ച് പേരിനും വേണ്ടി ചേർക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് കുറച്ച്, ചിലർ എണ്ണയിൽ ചാലിക്കും, ഞങ്ങളൊക്കെ പക്ഷേ വെളിച്ചെണ്ണയിലാണ് ചാലിക്കുന്നത്. പാത്രത്തിലോട്ട് തട്ടിയിടും. ചിലരൊക്കെ ഇത് ചാലിക്കാതെയും തൊട്ട് കഴിക്കാറുണ്ട്.